പറഞ്ഞിട്ട് മിന്നാരം മിനിങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, മണി കുടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ. പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരവാ, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാ വരവാ. കിലുകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും, ചിരിച്ചപ്പ് തുറന്നാൽ തുടുതുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ, കലവില നിറയും ചിരിയുടെ അലകൾ. ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വെക്കുന്നേ. Good evening and welcome to Comedy Super Night 2 powered by Chunga Jewelry. Comedy Super Night 2 powered by Chunga Jewelry-യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ് മനസ്സിലായില്ല? ആരാണ് മനസ്സിലായില്ല? ഇല്ലില്ല. ഞങ്ങള് ഈ സെൻസർ ബോർഡിൽ നിന്ന് വരികയാണ്. സെൻസർ ബോർഡിലെ ജീവനക്കാരാണ്. സെൻസർ ബോർഡിലെ ജീവനക്കാരാണ്. ഓഫീസേഴ്സ് ആണോ? അതെ അതെ അതെ. ഓക്കെ, ഞാൻ കുറെ നാളായി നിങ്ങൾ അന്വേഷിച്ച് കിടക്കുന്നത്. എന്തിന്? ഇത് ഭയങ്കര അൺഫെയർ ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത്? അല്ല, നമ്മള് സാധാരണ പാവപ്പെട്ട നടന്മാരാണ്. നമ്മള് സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങള് കളക്ടറിന്റെയോ IG-യുടെയോ അല്ലെങ്കിൽ അങ്ങനെ വലിയ മാനേജറിന്റെ ഒന്നും അല്ല. നമ്മള് സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ആക്ടേഴ്സ് ആണ്. അപ്പൊ സാധാരണക്കാരൻ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സാധാരണ വാക്കുകൾ, എക്സാമ്പിൾ പണ്ടാരം അല്ലെങ്കിൽ കോപ്പ് അല്ലെങ്കിൽ പട്ടി, ഇങ്ങനെ നിസ്സാര വാക്കുകൾ കൂടി നിങ്ങൾ സെൻസർ വെച്ചു. ഒരു നടന്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെയും അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡത്തിനൊക്കെ നിങ്ങൾ കത്തിവെച്ചു. ഞങ്ങൾ കത്തിവെക്കും. എന്താ കാര്യം? കളയും. അല്ല, ഞാൻ പറയുന്നത് അതൊക്കെ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. ഇതൊക്കെ സമൂഹത്തിന് വഴിതെറ്റിക്കുന്ന ഭാഷകളാണ്. സർ, ഈ പണ്ടാരം എന്ന് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ കോപ്പ് എന്ന് ഉപയോഗിച്ചാൽ പറ്റില്ല. സമൂഹം എങ്ങനെയാ വഴിയേറ്റുന്നത്? ഇങ്ങനത്തെ ഉള്ള ഭാഷകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇത് കൊച്ചുകുട്ടികൾ കണ്ടു വളരണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യും. മറ്റേ ബൈബിൾ സിനിമ ഇറങ്ങി, രാമായണം ഇറങ്ങി, മഹാഭാരതം ഇറങ്ങി, അല്ലെങ്കിൽ ശ്രീബുദ്ധന്റെ സിനിമ ഇറങ്ങി, ഇതൊക്കെ കണ്ടിട്ട് പബ്ലിക് എന്താ ഉദ്ധരിച്ചോ? എല്ലാരും നല്ലതായോ? ഇല്ലല്ലോ. അത് ഞങ്ങളുടെ ജോലിയല്ലല്ലോ. ഞങ്ങൾക്ക് കട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നന്നാവോ നന്നാതിരിക്കുവോ അതൊന്നും ഞങ്ങൾ തിരക്കേണ്ട കാര്യമല്ല. പറയൂ, വന്ന കാര്യം. ഞങ്ങൾ വന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഈ പ്രേക്ഷകർ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങളാണ്. ഇത് പറഞ്ഞപ്പോ എനിക്ക് കാര്യം ഓർമ്മ. ഞങ്ങളാണ് സിനിമ കാണുന്നത്. അപ്പൊ ഒരുപാട് സിനിമ നടന്മാരുടെ സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, ഒന്ന് തൊടാൻ സാധിച്ചിട്ടില്ല. ഇവിടെ വന്നാൽ അതിനൊക്കെ ഒരു അവസരം കിട്ടും, ഒന്ന് പരിചയപ്പെടാം എന്നൊക്കെ വിചാരിച്ചു. വളരെ നല്ല കാര്യം. ചേച്ചി സുഖമല്ലേ? ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈയിടെ ഇറങ്ങിയ കുറച്ച് നല്ല സിനിമകളുടെ മറ്റേ പ്രിന്റ് സെൻസർ ബോർഡിൽ നിന്ന് പുറത്തുപോയി, ചോർന്നു പോയി. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. കാരണം അത് ഞങ്ങള് ഈ സിനിമ ആദ്യം കാണുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. അതെ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ബന്ധുക്കൾക്ക് ഷെയർ ചെയ്യുന്നു വാട്സാപ്പിലൂടെ. അതല്ലേ, അവരത് അവരുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുന്നു. അതല്ലേ, അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ. അവർക്ക് പൈസ മുടക്കാതെ സിനിമ കാണാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ കോടികൾ മുടക്കുന്ന പ്രൊഡ്യൂസറും ഒരു 100-150 ആളുകളുടെ അധ്വാനമാണ് സിനിമ എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് അറിയണ്ടല്ലോ. ഞങ്ങൾക്ക് കട്ട് ചെയ്താൽ മതി. അവിടെ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിയുന്നു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താണാവോ? ഈ ചെറുപ്പം മുതലേ ഒരു സെൻസർ ബോർഡ് ഓഫീസർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? പിന്നെ എന്റെ ചെറുതിലുള്ള ആഗ്രഹമാണ് ഒരു സെൻസർ ബോർഡ് ഓഫീസർ ആകണമെന്നുള്ളത്. ഞാൻ ഇങ്ങനെ ചില ആളുകൾക്ക് നടനാവാൻ, ചില ആളുകൾക്ക് എന്താ പറയാ കളക്ടർ ആവാൻ, ഡോക്ടർ ആവാനൊക്കെ ആഗ്രഹമുണ്ട്. തീർച്ചയായും സെൻസർ ബോർഡ് ഓഫീസർ ആകണം എന്ന് ആഗ്രഹമുള്ള ആദ്യത്തെ ആളെ ഞാൻ. അച്ഛൻ അധ്യാപകനാണെങ്കിൽ മകനെ അധ്യാപകനാക്കുന്നു. തീർച്ചയായിട്ടും എന്റെ പിന്നിലെയും പ്രചോദനം അതാണ്. ആണോ? അച്ഛനും സെൻസർ ബോർഡ് ഓഫീസർ ആയിരുന്നു. അച്ഛനും കത്രിക വെക്കുന്ന ടീമാണ്. ആണോ? പുള്ളി എവിടെയാണ് കത്രിക വെച്ചത്? BDLA.
ചെറുപ്പ് വീടി വെറുപ്പാണ് ജോലി. അതെ അല്ലേ? അങ്ങനെ ഇലയിൽ ഇങ്ങനെ കത്രിക വെക്കുന്ന കണ്ടാണ് എനിക്കും ഇങ്ങനെ ഒരു താല്പര്യം തോന്നിയത്. ഒരു ദിവസം ഞാൻ ഒരു 12 ബീഡി തെറുത്ത് അച്ഛൻ്റെ കൊണ്ട് കൊടുത്തു. അതിന് അച്ഛൻ എന്നെ പിടിച്ചിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തല്ലി. ആണോ? എന്തിനാണോ? സാധാരണ പ്രോത്സാഹിപ്പിക്കല്ലോ. ബീഡിയില ഇല്ലാത്തത് കൊണ്ട് അച്ഛന്റെ പെട്ടിയിൽ നിന്ന് ഒരു പഴയ പേപ്പർ എടുത്താണ് ഞാൻ ഈ 12 ബീഡി വെട്ടി തയ്ച്ചു കൊടുത്തത്. പഴയ പേപ്പർ അല്ല ചെറുത്ത് കൊടുത്തത്. പഴയ പേപ്പർ അല്ലേ? പഴയ പേപ്പറാന്നാ ഞാനും വിചാരിച്ചത്. ആകെയുള്ള 3 സെന്റ് സ്ഥലത്തിന്റെ പ്രമാണമായിരുന്നത്. ചേച്ചി എങ്ങനെയാണാവൂ? എനിക്ക് ഈ മാർക്കറ്റിൽ മീൻ കട്ട് ചെയ്യുന്ന പരിപാടി. അങ്ങനെ ഒരിക്കൽ ഞാൻ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ കൂടെ മീൻ വാങ്ങിക്കാൻ വന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്ന് 2 മത്തി വേണമെന്ന് പറഞ്ഞ് വിലപേശലായിരുന്നു. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എന്റെ കട്ടിങ് ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് ചോദിച്ചു, ഈ മാർക്കറ്റിൽ ഇരുന്ന് കട്ട് ചെയ്താൽ മതിയോ, സെൻസർ ബോർഡിൽ വരുന്നുണ്ടോ കട്ട് ചെയ്യാൻ? രണ്ടും ഒന്ന് തന്നെയാണല്ലോ. അതെ അതെ, ശമ്പളം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ സെൻസർ ബോർഡിലോട്ടാണ് കയറുമായിരുന്നു. ആദ്യം എനിക്ക് പണിയൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇദ്ദേഹമാണ് എല്ലാം എന്നെ പഠിപ്പിച്ചത്. നിങ്ങള് ഭാര്യയും അതെ 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 അതെ, എന്റെ ഭർത്താവാണ്. അത് ഞാൻ ഈ സെൻസർ ബോർഡിൽ കയറിയതിന് ശേഷമാണ് അദ്ദേഹത്തെ കല്യാണം കഴിച്ചത്. അത് വളരെ സിമ്പിൾ ആണ്. എന്ന് പറഞ്ഞാല് ഇപ്പം ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടി ഇരുന്ന് സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പേരുദോഷമാണ്. സിനിമക്ക് പോയാൽ തിയേറ്ററിൽ ഇന്നും ഭയങ്കര പേരുദോഷം. പെൺകുട്ടി ആൺകുട്ടിയുടെ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ പലതും പറയും, ഉണ്ടാക്കി പറയും. അങ്ങനെയുണ്ട്. അങ്ങനെ ആകുമ്പോൾ 10-20 വർഷം ഒന്നിച്ചിരുന്ന് ഞങ്ങൾ സിനിമ കണ്ടതല്ലേ ഈ സെൻസർ ബോർഡിൽ ഇരുന്ന്. അങ്ങനെ നാട്ടുകാരെല്ലാം അതും ഇതും എന്നെ പറഞ്ഞുണ്ടാക്കി പേരുദോഷം ഉണ്ടാക്കി. ഞാനൊരു കെട്ടാച്ചരക്കായിട്ട് നിന്നപ്പോഴാണ് ഇതെന്റെ ദേഹം എന്നെ കെട്ടിയെടുത്തത്. കെട്ടാതെ നിന്നു എന്ന് പറഞ്ഞാൽ മതി, ചരക്കാണെന്ന് അങ്ങനെ തോന്നുന്നില്ല. അതെ, ഇവരിങ്ങനെ ഇവിടെ നിന്നാ മതിയോ? ഇവരെ അല്ല ഒന്നുമില്ലട്ടാ, ഞാൻ ന്യൂട്രലിൽ പറഞ്ഞേക്കാം. നമുക്ക് ഇവരെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റില്ല. സെൻസർ ബോർഡ് ഓഫീസേഴ്സ് അല്ലേ? ഞാൻ പറയാം ചേട്ടാ, നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ടോ? അതെ. അപ്പൊ ഗസ്റ്റിനെ ഞാൻ കാണിച്ചു തരാൻ, പരിചയപ്പെടുത്തി തരാം. പക്ഷെ കുറച്ച് സമയം ചേട്ടാ ഞങ്ങൾക്ക് തരണം. നിങ്ങളൊന്ന് കുറച്ച് നേരം പുറത്തുനിന്ന് കറങ്ങിയിട്ട് വരും. അപ്പോഴത്തേക്കും ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിയും. ഞങ്ങളൊന്ന് മാറി നിൽക്കണം. പക്ഷെ പരിചയപ്പെടുത്തി എന്തായാലും എന്തായാലും കണ്ടതിൽ സന്തോഷം ചേച്ചി. ഇത് മോശ സിനിമയിൽ ഒന്നും ഞാൻ കട്ട് ചെയ്യില്ല. സിനിമ ഞാനേറ്റ്. അപ്പൊ ഞങ്ങൾ വെളിയിൽ നിൽക്കാം. തീർച്ചയായിട്ടും. പ്രിയ, ഇന്ന് ഗസ്റ്റ് ആയിട്ട് വരുന്ന ആരാണ്? ഇന്ന് നമ്മുടെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് നല്ല ഒരു ഡാൻസർ ആണ്, നല്ലൊരു ആക്ടർ ആണ്. ആളുടെ പേര് ഷംനാദ് കാസിം.
ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സീരിയസ്ലി. താങ്ക് യു. വെൽക്കം ടു ദ ഷോ ഷംന. Thank you so look much. very beautiful. Oh, you all. Thank you. ഇത് ആരെങ്കിലും ഡിസൈനറോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതാണോ? ക്രിസ്റ്റീന ഒരു ഡിസൈനർ ചെയ്താണ്. പിന്നെ വിനയ് ആണെന്ന് പറഞ്ഞപ്പം എന്തായാലും ഒന്ന് ഇംപ്രസ് ചെയ്യണമെങ്കിൽ യുനോ അല്ലെങ്കിൽ ഫസ്റ്റ് ആക്ച്വലി എടുത്തു വെച്ച ഡ്രസ്സ് ഒരു നോർമൽ ആയിരുന്നു. ഓക്കെ ഫൈൻ. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം എല്ലാം മാറ്റി. അപ്പം ഞാൻ ആരും ഇപ്പം ഇത് ചെയ്യുന്നത് ഷോ വിനയനെന്ന് പറഞ്ഞു. ഓ ഗോഡ്. അപ്പം ഡ്രസ്സൊക്കെ ആൽമാർ വീണ്ടും തുറന്നു. ഒന്ന് ഇംപ്രസ് ചെയ്യാന്ന് വെച്ചു. കേൾക്കാൻ ഭയങ്കര സുഖമുണ്ട് കേട്ടോ. ഷംന, ഞാൻ കഴിഞ്ഞ ദിവസം പേപ്പർ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ കണ്ടു ഷംന കാസിം വരനെ അന്വേഷിക്കുന്നുണ്ട്. സത്യം? ഈ ഗോസിപ്പിളൊക്കെ ശരിയാണോ? വരനെ ഞാൻ അന്വേഷിക്കുന്നില്ല, എന്റെ മമ്മി അന്വേഷിക്കുന്നേ. പേപ്പറിൽ കൊടുത്തു അല്ലേ? പേപ്പറിൽ കൊടുത്തിട്ടില്ല. പേപ്പറിൽ കൊടുത്തു, ഞാൻ വായിച്ചു അത്. പിന്നെ ഞാൻ വേറൊരു ദിവസം ഞാനിങ്ങനെ നെറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷംന കാസിം ഗർഭിണിയാണെന്ന്. അപ്പൊ ഞാൻ സീരിയസ്ലി ഞാൻ എന്റെ കുഞ്ഞിനെ എവിടെ ഉണ്ണിച്ചേട്ടാ കുഞ്ഞെവിടെ? അവിടെ ഉണ്ട്. ആക്ച്വലി അതൊരു സത്യമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പടം മിഷ്കിൻ സാറിന്റെ പടം, അതിൽ ഞാൻ 9 months പ്രഗ്നന്റ് ആണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അതാണ് ഞാൻ ഇപ്പം ഒരു വെയിറ്റ് ചെയ്യുന്ന ഒരു ഫിലിം. സവരക്കത്തി എന്നാണ് പടത്തിന്റെ പേര്. ഞാനാണ് ആദ്യമായിട്ട് ഡബ് ചെയ്യാൻ പോകുന്നത്. അത് തമിഴിലുള്ള എല്ലാവരും അത് അനുഭവിക്കും തോന്നുന്നു. ഫസ്റ്റ് ഡാൻസ് പെർഫോമൻസ് എവിടെയാ ചെയ്തത്? ഏത് സ്റ്റേജിൽ? എത്ര വയസ്സുള്ളപ്പോഴാണ് ഫസ്റ്റ് പെർഫോമൻസ്? ഞാൻ പഠിക്കുമ്പം അംഗൻവാടിയിലാണ്. ഞാൻ കിൻഡർ ഗാർഡൻ ഒന്നും അപ്പോഴുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ വീട്ടുകാർ എന്നെ അംഗൻവാടിയിലാണ് ചേർത്തത്. നമ്മളെ പോലെ തന്നെ ഞാനും അംഗനവാടിയിലൊക്കെ തന്നെ പോയത്. അതെ, പക്ഷെ എനിക്ക് അത്ര ഏജ് ഉണ്ടോ? എന്റെ അത്ര ഏജ് ഉണ്ടാകണം എന്നില്ല. ഞാൻ പോയത് അംഗനവാടിയിലാണെന്ന് പറഞ്ഞ. ആണല്ലേ? അതെ. അത്ര ഏജ് ഉണ്ടാവില്ല. എത്ര ഏജ് ഉണ്ടെങ്കിലും നടിമാര് സമ്മതിക്കുന്ന ഒരു കേസ് വിനയുടെ ഏജ് എനിക്ക് ഉണ്ടാവും. ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ ചെറിയ കുട്ടിയാ. നല്ല പ്രായമുണ്ട് പുള്ളിക്ക്. വിനയ്ക്ക് നല്ല പ്രായമുണ്ട്. 45 വിനയുടെ കുട്ടിയുടെ കല്യാണം എന്നൊക്കെ കേട്ടു. അതെ അതെ അതെ, അടുത്ത മാസം ഞാൻ ഇൻവിറ്റേഷൻ തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ പഠിച്ചത് അംഗൻവാടിയിലാണ്. ഞാനും പഠിച്ച അംഗനവാടിയിലാണ്. അംഗൻവാടിയുടെ കഞ്ഞിയൊക്കെ അംഗനവാടിയിലെ ഉപ്പുമാവ് മറ്റേ അവിടെയാണ് പഠിച്ചത്. അല്ല, ഞാൻ ഇവിടെ ഒന്നും അല്ല പഠിച്ചത്. ഞാൻ ലിവർപൂളിലാണ് പഠിച്ചത്. എവിടെയാ? UK ലിവർപൂളിലാണ്. ഓ, അപ്പർ കുട്ടനാടാ. നമ്മുടെ UK ഏതാണ്? അല്ല, എനിക്കൊരു സംശയം. നമ്മുടെ നാട്ടിലെ അംഗൻവാടിയിൽ എനിക്ക് തോന്നുന്നു കഞ്ഞിയാണ് കൊടുക്കുക അല്ലേ? കഞ്ഞിയും പയറും. ഓ, എനിക്ക് എന്ത് ഇഷ്ടമെന്ന് അറിയോ? UK എന്താണ്? ഉപ്പുവാവും. അല്ല, UK-ലൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ആണ്. ഇപ്പം യോഗട്ട് ഹെൽത്തിയർ ആണ്. ഭയങ്കര ഹെൽത്തിയർ ആണ്. പ്രത്യേകിച്ച് ആ ഏജുള്ള കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തിയർ ആണ്. ഫ്രൂട്ട്, യോഗട്ട്, സാൻഡ്വിച്ച്, അങ്ങനെയുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു ബോക്സിൽ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കും. സൗണ്ട്സ് ഗുഡ്. സോ എന്റെ സ്റ്റേജ് എനിക്ക് തോന്നുന്നു 3.5 ഒരു 4 LKG ഞാൻ പോയിട്ടില്ല. മീൻസ് അതിന്റെ മുന്നിട്ടായിരുന്നു വാ കുക്കു വാ. അതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഡാൻസ്. ഏതാണ്? വാ കുക്കു വായോ? വാ കുക്കു വാ തത്തി തത്തി വാ താനേ ചാഞ്ചാടി വാ. ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. ഓർക്കുന്നുണ്ടായിരുന്നു സ്റ്റെപ്പൊക്കെ? വാ കുക്കു വാ. അന്ന് ഷംനക്ക് ആദ്യ പുരസ്കാരം ലഭിച്ച ആ പാട്ട് ഷംന നമുക്ക് വേണ്ടിയിട്ട് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു. ഓർക്കസ്ട്ര റെഡി അല്ലേ? സത്തേ പൊന്മണി ചക്കരമുത്തം താനീ കൺമണി കണ്ണാരം പൊത്താൻ വാതി പൊന്മണി മാളിക വീട്ടിലെ മേലത്തിയമ്മയുടെ മഞ്ചത്തിൽ കഞ്ചത്തിൽ നഞ്ചത്തിൽ വാ കുക്കുവാ വാ കുക്കുവാ തത്തി തത്തി വാ ഈ ഡാൻസ് കളിച്ച പ്രൈസ് വല്ലതും കിട്ടിയായിരുന്നു? പ്രസിഡന്റ് കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, PT പ്രസിഡന്റ്. സമ്മാനം എന്തായിരുന്നു? എന്തായിരുന്നു സമ്മാനം? ഗ്ലാസ്. അത് കൊടുത്തെന്നറിയാമോ? അതും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കരഞ്ഞ് ആകെ ബഹളം ഉണ്ടാക്കിയ. അതുകൊണ്ടൊന്നല്ല, ഗ്ലാസ് എനിക്ക് അവിടെയുള്ള എല്ലാ ഗ്ലാസും എനിക്ക് തന്നത്. വീട്ടിൽ അത്രയ്ക്ക് ഗ്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവിടെ എനിക്ക് വേറൊരു കാര്യം, സൂപ്പർ നൈറ്റിലൊരു ഇത്രയും വർഷങ്ങളായിട്ട് മേ ബി ഒരു സിനിമയിൽ വന്ന ഒരു 6-7 years ഒരുപാട് ഇന്റർവ്യൂസ് പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ട്. പലതരം ഡാൻസും ഞാൻ ചിലപ്പോൾ ഓരോ ബിറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒരു സോങ് ഫസ്റ്റ് ടൈം ആണ്
അന്ന് അംഗൻവാടിയിൽ കളിച്ചിട്ട് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. ഐ ഫീൽ റിയലി ഗുഡ്. എനിക്ക് തോന്നുന്നു ഷംനയുടെ ഒരു ഡാൻസ് പെർഫോമൻസിനുള്ള ടൈമായി. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അതിപ്പോ ചിലപ്പോ ഇത് കഴിഞ്ഞ് എനിക്ക് വിനയുടെ കൂടെ ഡാൻസ് ചെയ്യണം. ബിക്കോസ് പ്രിയയുടെ കൂടെ ചെയ്യണം. ബട്ട് ബീങ് എ ഗേൾ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരു പെൺകുട്ടിയാണ്, പ്രിയാണ്. ഓഫ് കോഴ്സ് എല്ലാ പെൺകുട്ടികൾക്കും ഹാൻസം ബോയ്സിനെ കാണുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് വിനയുടെ കൂടെയാണ് ഡാൻസ് ചെയ്യേണ്ടത്. ഒരു മനോഹരമായ പാട്ടിലൂടെ നമുക്ക് ഷംനയുടെ നൃത്തം നമുക്ക് ഇവിടെ കാണാം. ഒപ്പം വിനയ് ഫോർട്ടിന്റെ ഡാൻസും കൂടെ. ഓക്കെ, അതങ്ങനെ സഹിച്ചോളൂ. டர டர பைட்டா காதல் இருக்கு நீயோ பிட்டு பிட்டு பைட்டு பண்ணா ஏறுங்க இருக்கு டர 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 பைட்டா காதல் இருக்கு நீயோ பிட்டு பிட்டு பைட்டு பண்ணா ஏறுங்க இருக்கு இன்ஸ்டாகிராமத்துல பாடி வாழலாம் நாம வாழும் நிமிஷத்தெல்லாம் சுட்டு தள்ளலாம் நானும் நீ சேரும்போது தாறு மாறுதான் ஃபேஸ்புக்கில் பிச்சு கிடும் லைக் ஷேர் தான். Let's take a selfie pulla. Give me a selfie pulla. Give me a Let's take a selfie pulla. Give me a selfie pulla. Give me a Let's take a selfie pulla. Selfie pulla. Selfie pulla. Selfie pulla. അപ്പൊ ഷംന കുറെ മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്, തമിഴില് ചെയ്തിട്ടുണ്ട്, തെലുങ്കില് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര മൂവീസ് ചെയ്തിട്ടുണ്ടാവും? കന്നഡയിൽ 2 ചെയ്തു. ഓ, കന്നഡയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര എന്റെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്. അതെ, സൗത്ത് ഇന്ത്യ ഫുൾ കവർ ചെയ്തു ചെയ്തു. യാ, ഒരു പേരിന്. അപ്പൊ തെലുങ്ക് ഒക്കെ സംസാരിക്കോ? ഞങ്ങൾക്ക് വേണ്ടി 2 വാക്ക് തെലുങ്ക് പറയോ? ശ്രീമന്ത് ഒരു പാട്ട് പാടിയാണ് പറയുന്നത്. ഞാൻ തെലുഗുല ഞാൻ സംസാരിക്കും. నేను ప్రేమిస్తున్నాను. నేను కూడా నిన్ను ప్రేమిച്ചു. അതെന്താന്ന് പറയട്ടെ, ഇവിടെ അല്ല, എല്ലാ ഭാഷയിലും നമ്മൾ ആദ്യം പഠിക്കുന്ന ഐ ലവ് യു ആയിരിക്കുമല്ലോ. ഞാനും തിരിച്ച് ഐ ലവ് യു ചെയ്യുന്നുണ്ടെന്നാണ് ഞാനും പറഞ്ഞത്. വിനയുടെ വീട്ടിൽ ഇന്നൊരു ഭയങ്കര ഭൂകമ്പം നടക്കുന്നതാണ്. ഞാൻ ഭാര്യനോട് എന്തായാലും ഈ എപ്പിസോഡ് കാണരുതെന്ന് പറയും. അപ്പോൾ എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു അടിപൊളി ഒരു തകർപ്പൻ ഓർക്കസ്ട്ര ടീമുണ്ട്. അതെ അല്ലേ ചേട്ടാ? സബ് ചേട്ടാ പൊളിക്കല്ലേ? അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഏത് ലാംഗ്വേജിൽ പാട്ട് പാടി കഴിഞ്ഞാലും എന്റെ മലയാളം വേർഷൻ ആ ടീം പാടും. ആണോ? ഒരു ചെറിയ കോമ്പറ്റീഷൻ. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. പൊളിയല്ലേ? घर से निकलते ही कुछ दूर चलते ही रस्ते मेरे उसका घर കളിവീടുറങ്ങിയല്ലോ കളിവാകുറങ്ങിയല്ലോ ഒരു നോക്കു കാണുവാനൻ ആത്മാവതേകുന്നല്ലോ. घर से निकलते ही കളിവീടുറങ്ങിയല്ലോ. സമ്മതിച്ചു കേട്ടോ. അടുത്ത പാട്ട് പ്രിയ. അടുത്ത തമിഴ്. सहारा सारल दो सहारा पुकल पुकरो ഏകാകിനി നിന്നോർമ്മയിൽ ഏഴോവിരൽ ചിത്രങ്ങളായി पुकल पुतरो സമ്മതിച്ചു കേട്ടോ. സമ്മതിച്ചേ ഗ്രേറ്റ്. നമ്മുടെ ഓർക്കസ്ട്ര ടീമിന് നല്ലൊരു കൈയടി കൊടുത്ത്. അതന്നെ അതിന്റെ ഒപ്പം കൂടെ ഇല്ല, ചേട്ടാ നമ്മുടെ നാട്ടിലൊക്കെ മനസ്സിലായില്ല. സന്തോഷം
പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, പക്ഷെ ഞാൻ കുറുക്കനല്ല. അപ്പൊ നമ്മളിവിടെ കോമ്പറ്റീഷൻ അവസാനിപ്പിച്ചു, നമ്മൾ ജയിച്ചു. ഇനി അതിന്റെ എന്താ പറയാ, അതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഷംന ഒറ്റയ്ക്ക് ഒരു പാട്ട് പാടാന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് ഇതിപ്പോ ഞാൻ പാടിയല്ലോ, പാടുന്നതായിരിക്കും. അങ്ങനെയല്ല, നമുക്ക് 3 പേർക്കും കൂടെ പാടാം. ഈ പ്രാവശ്യം ഒരു വ്യത്യാസം ഉണ്ടാവണം, കാരണം ഞാൻ എവിടെ പോയാലും ഈ ഒരു പാട്ട് മാത്രമേ പാടാറുള്ളൂ. അതെന്താ? എനിക്ക് ആകെ അറിയണോ അല്ലെ, എന്റെ ഫേവറേറ്റ് സോങ് ആണ്. എനിക്ക് കുറെ ഫേവറേറ്റ് സോങ് ഉണ്ട്, ബട്ട് ആകെ എനിക്ക് അറിയുന്ന ഒരു പാട്ടും എന്റെ ഫേവറേറ്റും ഇതാണ്. ഒരു കുഴപ്പമില്ല ഷംന, ഇത് പാടിക്കുള്ളൂ, പക്ഷെ തെറ്റിക്കാണ്ട് പാടണം. അത് മതി. എന്താ ചെയ്യാൻ പണിയുണ്ട്. ഇവിടെ നിന്നിട്ട് അവിടെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ? Let's start. എന്നാ ഞാൻ ഷംനയുടെ സൈഡിൽ. ഞാൻ പാടാം. തുഞ്ചത്താൽ ഊഞ്ഞാലിടാൻ തുമ്പിവാ തുമ്പക്കുടത്തി തുഞ്ചത്താൽ ഊഞ്ഞാലിടാൻ ആകാശ പൊന്നാലിനലകളിലായത്തിൽ തൊട്ടി വരാൻ ആകാശ പൊന്നാലിനലകളിലായത്തിൽ തൊട്ടി വരാൻ തുമ്പിവാ തുമ്പക്കുടത്തി തുഞ്ചത്താൽ ഊഞ്ഞാലിടാൻ. क्या बात है, सुपर. കയ്യടി കൊടുത്ത്. ആക്ച്വലി ഈ പാട്ട് ഞാൻ വേറൊരു രീതിയിൽ പാടാം. അത് നന്നായിരിക്കും. നമുക്ക് ഇവരെ തോപ്പിക്കണേ, നമുക്ക് ഇവരെ തോപ്പിക്കണേ. ഈ രീതിയിൽ ഇനി പാടുന്നില്ല, വേറെ രീതിയിൽ പാടാം. ഞാനിപ്പോ പാടിയതല്ലോ, സംസാരിച്ചതല്ലേ. അയ്യോ, ഇതൊരു പാട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞത് എനിക്ക് ഡാൻസ് മാത്രമേ അറിയുള്ളൂ. കുഴപ്പമില്ല, കുഴപ്പമില്ല. വേണ്ട അവിടെ നിൽക്കൂ, എങ്ങോട്ട് പോണേ? നന്നായി പാടി. ഷംന, ഇതിലും മോശമായി പാടിയ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അതുപോലെ പാടാം. വീണ്ടും നമ്മളെ കൊല്ലാനുള്ള തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാൻ തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാൻ ആകാശ പൊന്നാലിനലകളിലായത്തിൽ തൊട്ടേ വരാൻ ആകാശ പൊന്നാലിനലകളിലായത്തിൽ തൊട്ടേ വരാൻ തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാൻ. കൈയടിച്ച് പാസ്സാക്കൂ, കൈയടിച്ച് പാസ്സാക്കൂ. അതെ, സെൻസർ ബോർഡിന്റെ 2 ഉദ്യോഗസ്ഥർ ഇവിടെ വരുന്നുണ്ട്. ഒരു സിനിമ ജൂലൈയിൽ റിലീസ് ആകുന്നുണ്ട്, അപ്പൊ അതിന്റെ എന്തോ മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചു നേരം ഷംന ഗസ്റ്റ് സീറ്റിൽ ഇരുന്നുള്ളൂ. ഓക്കെ. ഹലോ, ഇത് കുറെ നേരമായി ഞങ്ങൾ പുറത്ത് നിൽക്കുക. ആണോ? ഇത്ര സമയമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ, ഗസ്റ്റുകളാരും വന്നില്ലേ? അതെ, ഗസ്റ്റ് വന്നിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കോ, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ഷംന നമ്മുടെ ആളാട്ടോ. എപ്പോ വന്നു? സുഖമാണോ? നല്ല ഡാൻസുകാരിയല്ലേ? ഡാൻസുകാരിയാ? ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം എടുത്ത് വാരി എടുത്തോണ്ട് വന്നത് ഏതായാലും കാര്യമായി. അവര് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തീർക്കാനുള്ള ചില ജോലികൾ അങ്ങ് തീർത്തേക്കാം. ഇതേത് സിനിമയാ ഇത്? ഇതേത് സിനിമ? കണ്ണാടി എടുത്തില്ല, കാണാനും പറ്റുന്നില്ല. അയ്യോ, കണ്ണാടി എടുത്തില്ലയോ? ഇതൊക്കെ വലിയ പാടാ. നീ അതിന്റെ കുരുക്കൊക്കെ ഒന്ന് അടിച്ചിങ്ങോട്ട് വിട്ടേത്. അതിന്റെ കുരുക്കടിച്ചിട്ട് ആ ഫിലിമിന്റെ കുരുക്കടിച്ചു വിട്ടെ. ഇത് ബാഹുബലി 2 ആണെന്ന് തോന്നുന്നില്ലേ സാറേ? എന്നാ സീനാണല്ലേ ഇത്? വേണ്ട, പോട്ടെ, അത് നന്നായി. അയ്യോ, നല്ല പശ ഉണ്ടെങ്കിലേ ഓഫീസ് കറക്കമല്ലേ? കറക്കമല്ലെന്ന് ഞങ്ങള് ഇവിടെ ഈ നടന്മാരെ കാണാൻ വന്നതാ. അപ്പൊ ശകലം ഗ്യാപ്പുണ്ട്, അപ്പൊ തീരാനുള്ള ചില വർക്കുകൾ തീർത്തേക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ തീർന്നോ? നിങ്ങളുടെ ഏതായിരുന്നു? ഞങ്ങളുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഒഴി രണ്ടിലും. ഒഴി രണ്ടിലും. ഒഴി രണ്ടിലും? ഇതെന്തോ പേരാടാ? ഇതെന്തുദ്ദേശിച്ചാണ് ഇങ്ങനെ പേരിട്ടേക്കുന്നത്? ഇവൻ ഡയറക്ടറാണ്, സ്ക്രിപ്റ്റും എഴുതും. പക്ഷെ പേരിടാൻ ഇവൻ അറിയത്തില്ല. പേരിടാൻ അറിയത്തില്ല? ഇവന്റെ മൂത്ത കൊച്ച ആങ്കൊച്ച. ആ കൊച്ചന്റെ പേരെന്നാന്നറിയോ? അമ്മിണി. പേരിടാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇട്ടുകൊടുത്ത പേരാണ്. നായകൻ പാവപ്പെട്ടവനാണ്. അവനിങ്ങനെ എവിടുന്ന് വെച്ച പൈസ മേടിച്ച് ഒരു ക്വാർട്ടർ മേടിച്ച്, കുറഞ്ഞ ഒരു ക്വാർട്ടർ മേടിച്ച് അടിക്കാനായിട്ട് ഗ്ലാസ് എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് ഒഴിക്കാൻ തുടങ്ങുമ്പോൾ വില്ലൻ വന്നിട്ട് വേറൊരു ഗ്ലാസ് കൊണ്ട് വെച്ചിട്ട് ഒടി രണ്ടിലും.
അവിടെ നമ്മൾ ടൈറ്റിൽ കോഴി രണ്ടിലും. അങ്ങനെയാണ് അത് കഥ തുടങ്ങുന്നത് അവിടെയാണ്. അങ്ങനെയാണ് ഈ പേരിട്ടതല്ലേ? അപ്പം വേറെ പേര് ഞാൻ കണ്ടുപിടിക്കണമല്ലോ. ഇത് ആ സീൻ തൂക്കിയെടുത്ത് എറിഞ്ഞു. അതെ അതെ അതെ, സെൻസർ കട്ട് ചെയ്തു എന്ന് പറയുന്നത് തൂക്കി എടുത്ത് എറിഞ്ഞു എന്നാണ് അദ്ദേഹം ഞാൻ പറയുന്നത്. അങ്ങനെ പറയത്തുള്ളൂ. കട്ട് ചെയ്യുന്നത് ഞാൻ തൂക്കിയെടുത്തെറിഞ്ഞു. ആ സീൻ തൂക്കിയെടുത്തെറിഞ്ഞു. ഇനി വേറെ പേര് കണ്ടുപിടിക്കണം നിങ്ങൾ. അപ്പൊ പടം എങ്ങനെയുണ്ട്? മൊത്തത്തിൽ എങ്ങനെയുണ്ട് പടം? മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ബോറാണ്. ആദ്യത്തെ കുറച്ച് ബോറുണ്ട്. തുടക്കം ഭയങ്കര ബോറാണ്. ഇടഭാഗം എങ്ങനെയുണ്ട്? ഇന്റർവെൽ ആവുമ്പോഴാണ് ഒരു 2 മിനിറ്റ് നമുക്കൊരു ആശ്വാസം വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ. പിന്നെ തിരിച്ചു കയറിയ പിന്നെ അനുഭവിക്കണം. ക്ലൈമാക്സ് ഒക്കെ ഉണ്ടോ? ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. ക്ലൈമാക്സ് തൂക്കിയെടുത്തെറിഞ്ഞു ഞാൻ. അയ്യോ, ക്ലൈമാക്സ് ഇല്ലേ? ഇപ്പോ ക്ലൈമാക്സ് തൂക്കിയെടുത്തെറിഞ്ഞു. ക്ലൈമാക്സ് കൊള്ളില്ല. അല്ല, അപ്പൊ നായകൻ വരുന്ന ഒരു എൻട്രി ഭാഗം ഉണ്ടല്ലോ, ഒരു കാറേല് നായികയെ കാണാനായിട്ട്. അതുണ്ടോ? ശരിയാണോ? ഒരു ICUലോട്ട് വരുന്നത്. നായിക ആശുപത്രി കിടക്കാണ്. അപ്പൊ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി നായകൻ ഇങ്ങനെ കാർ ഓടിച്ച് പാഞ്ഞു വന്നിട്ട് ആശുപത്രിയിലോട്ട് കയറുന്ന സീൻ, അത് വേണം. നല്ല സീനായിരുന്നു. പക്ഷെ തൂക്കിയെടുത്തെറിഞ്ഞു ഞാൻ. അത് തൂക്കിയെടുത്തെറിഞ്ഞു. അയ്യോ, അതെന്താ? നായകൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അതായത് ട്രാഫിക് ഒഫൻസ് ആണത്. അതെ അതെ, ഇത് പുതിയ തലമുറയെ ഇത് വഴിതെറ്റിക്കും. ഞങ്ങൾ ഈ പറയുന്ന കഥ എന്ന് പറയുന്നത് പഴയ കഥയാണ്. പഴയ കഥയാണ്. പഴയ കഥയാണ്. അന്ന് ഈ സീറ്റ് ബെൽറ്റിന്റെ നിയമം ഇറങ്ങിയിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു നിയമം ഇല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിനിമ എന്നാണ് റിലീസ് ആകാൻ പോകുന്നത്? ഇത് 2016 ജൂലൈ 8. അപ്പൊ നമ്മുടെ നിയമപരിധിയിൽ വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് 2016 നിയമം ഉണ്ടല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും ഞങ്ങളത്? അത് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയും. അല്ല, റീഷൂട്ട് ചെയ്താൽ മതി. എന്ത് ചെയ്യണം? റീഷൂട്ട് റീഷൂട്ട് ചെയ്താൽ മതി. റീഷൂട്ട് അതാണ്. ആ നടന്നു തന്നെ 4.5 കോടി രൂപ മുടക്കിയ സാധനം ഇത്. അതെ, എനിക്ക് 1 കോടിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടും. റിലീസിന്റെ അന്ന് തന്നെ കിട്ടും. കിട്ടുമോ? ഒരു കോടി കിട്ടുമോ? 1 കോടി കിട്ടും. എങ്ങനെ? 8 നില പൊട്ടുമല്ലോ. അപ്പൊ ഇവൻ നെഞ്ചു പൊട്ടി ചാകുമല്ലോ. അപ്പൊ എത്ര കോടി വേണമല്ലോ അവിടെ നെഞ്ചത്ത് പൊട്ടി ബന്ധുക്കാര്. അല്ല, ഇതെന്താ ഈ കാണിക്കുന്നത് ഇവിടെ? ഏതാ ഇതെന്താ അരിയുന്നത്? ഇത് പച്ചക്കറി ഞാനൊന്ന് സെൻസർ ചെയ്യാ. എന്തിന്റെ മണ്ടക്കാ കയറി നിൽക്കുന്ന അറിയാമോ? എന്തിന്റെ മണ്ടയ്ക്കത്? താങ്കൾ ബാഹുബലിയുടെ സെക്കൻഡ് പാർട്ടിന്റെ മണ്ടക്കാണ് കയറി നിൽക്കുന്നത്. ബാഹുബലിയോ? ബാഹുബലി സെൻസർ ചെയ്തോണ്ടിരിക്കുകയാണ് സെക്കൻഡ് പാർട്ട്. 100 കോടിയുടെ സിനിമ കിടക്കുന്ന കടന്നു കണ്ട 5 പാണ്ടിലോറിയിലായത് കൊണ്ടുവന്നത്. ഞാൻ ഇത്രയും ഞങ്ങൾ ഇരുന്ന് വെട്ടി ഇപ്പൊ ഒരു 4 മണിക്കൂറാക്കിയിട്ടുണ്ട്. ഇനി ചെറിയ പണികളുണ്ട്. 2.5 മണിക്കൂർ ആക്കണം അത്. അയ്യോ, കട്ടപ്പയല്ല, അത് കുട്ടപ്പനാ. എന്നിട്ട് കൂടാ അവിടെ. എന്റെ പോലീസ് എങ്ങനെയൊന്ന് ശരിയാക്കി താ. അല്ലാതെ പാട്ട് സീനൊക്കെ കട്ട് ചെയ്തിട്ടില്ലോ, അതൊരു സംഭവം. ഏത് പാട്ടൊക്കെ ആയിരുന്നു അത്? ഒരു പാട്ട് പാട്ട് കേക്കട്ടെ. പ്ലാൻ ചെയ്യാൻ പറഞ്ഞത് കാണട്ടെ. ഷൂട്ട് എന്റെ റെയിൽപാളം തണുപ്പത്ത് സാറേ, ഇത് കണ്ടില്ലേ? ഇത് പറ്റില്ല. ഇത് പറ്റത്തില്ല. ഇതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇതിനെപ്പോഴാണ് കുഴപ്പം? എന്റെ സഹോദരൻ ഇങ്ങോട്ട് മാറിയുന്നേ. ഈ പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ എന്നെനിക്കൊരു ദൂത് പോരാമോ? ദൂതെന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് കാലത്തെ കത്തിടപാടിനെയാണ് ഈ ദൂതെന്ന് പറയുന്നത്. ഇവിടെ പോസ്റ്റ്മാൻ ഉണ്ട്. എന്തിനാണ് ഈ തത്തയുടെ കൊടുത്തു വിടേണ്ട കാര്യം എന്താണ്? അപ്പൊ തത്തയെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിക്കുകയാണ് നിങ്ങൾ. ചെയ്യിപ്പിച്ചു അല്ലേ? അപ്പൊ അത് പാടില്ല. തത്തമ്മയുടെ സമ്മതപത്രം ഒക്കെ ഉണ്ട് ഞങ്ങളെ. തത്തമ്മയുടെ സമ്മതപത്രം എല്ലാം ഉണ്ട്. അത് ചുമ്മാ ഞങ്ങൾ ഒരു ഇതുമില്ല. അതേ കണ്ട നോക്കട്ടെ. എവിടെ സമ്മതപത്രം? സമ്മതപത്രം ഏതാണ്? ഇതാണ് ഒപ്പെന്ന് പറയുന്നത്. ഇത് ഒപ്പിടാനുള്ള ഭാഗം ഇൻഡു മാർക്ക് ചെയ്തിട്ടൊക്കെ സമ്മതപത്രം. അത് ഒപ്പിട്ടിട്ടില്ല. ആള് ഒപ്പിട്ടിട്ടില്ല. തത്തമ്മയുടെ കാല് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇൻഡു പോലെ ഇരിക്കണം. മഷി കുത്തിയിട്ട് ഇങ്ങനെ അടിച്ചതാ. ഫിംഗർ പ്രിന്റ് ആണിത്. അല്ല, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ഈ തത്തമ്മ ഷൂട്ടിങ്ങിന് വന്നപ്പം എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? തത്തമ്മ ഷൂട്ട് കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? അത് പറയാം. ഷൂട്ടിന് കൊണ്ടുവന്നപ്പോ 200 ഗ്രാം, 200 ഗ്രാം. കൊണ്ടുപോയപ്പോ 190 ഗ്രാം. 10 ഗ്രാം കുറഞ്ഞല്ലോ. 10 ഗ്രാം കുറഞ്ഞു. തത്തയ്ക്ക് അപ്പം ഇടണ്ട, 10 ഗ്രാം അങ്ങ് പോയി. അങ്ങനെ സംഭവിച്ചായിരിക്കും. അത് ആ പാട്ടിടാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ കട്ട് ചെയ്തു. അയ്യോ, അത് കഴിഞ്ഞ് മറ്റേ പാട്ടുണ്ടായിരുന്നല്ലോ. ഏത് പാട്ട്? അയ്യോ, അടുത്ത പാട്ടുണ്ടല്ലോ. കാണട്ടെ. നമ്മുടെ പാട്ട് അതാണോ? ചെറുക്കൻ ഭയങ്കര അഭിനയം. ഇതിടാൻ പറ്റത്തില്ല. ഞാൻ കെട്ടിയ പെണ്ണിന് എന്താ കുഴപ്പം? ശബ്ദം കുറവാന്നല്ലേ എഴുതിയിരിക്കുന്നത്?
ചന്തം കുറവാണ്. ആണോ? ഇവിടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പയ്യൻ ആ പെണ്ണിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ ചെന്നാണോ? ചെന്നു. ആ ചായയും പലഹാരവും ഒക്കെ തിന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാണോ ഈ പെണ്ണിനെ കെട്ടിയേക്കുന്നത്? അതെ, അതെ. ആ, എന്നിട്ട് കെട്ടി വീട്ടിൽ കൊണ്ടുവന്നപ്പോ യവൻ പറയാ ഞാൻ കെട്ടിയ പെണ്ണിന് ചന്തം കുറവാന്ന. അതെന്തിന് ന്യായം? അതുകൊണ്ട് ഈ സീൻ തൂക്കിയെടുത്തെറിയുന്നു. ഇതും തൂക്കിയെടുത്തെറിയും. ഇതിനകത്ത് ഈ പാട്ട് വേണ്ട, തൂക്കിയെടുത്തെറിയും. സാറേ 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 എന്ത്? ഇതാരാ മ്യൂസിക് ചെയ്തേക്കുന്നത്? മ്യൂസിക് ഈ അളിയൻ അത് ഇദ്ദേഹം തന്നെയാണോ? അതെ. എത്ര രൂപ ചെയ്തത്? 1.5 ലക്ഷം. 1.5 ലക്ഷം? സുധിയെ 1.5 ലക്ഷം എന്നടാ. 3500 രൂപ പുള്ളി ചെയ്ത് തന്നെ. ഞാൻ ചെയ്തു തരുന്നു. പാട്ട് ചെയ്യാറുണ്ടോ? എന്താ? സിനിമയിൽ പാട്ട് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ചെയ്തു, അതിന് ഇദ്ദേഹം തൂക്കിയെടുത്ത് ഇറങ്ങി. മറ്റേത് ഇയാള് ജീവിക്കുന്നത്. ആകെ ഒരു സിനിമയ്ക്കാ ചെയ്തത്, ആ സിനിമയുടെ പാട്ടാ തൂക്കിയെടുത്ത് ഇറങ്ങത്. തൂക്കിയെടുത്ത് കളഞ്ഞു. അത്ര ഗുണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം തൂക്കിയെടുത്ത്. ഞങ്ങളുടെ സിനിമയുടെ പല ഭാഗങ്ങളും നിങ്ങൾ കട്ട് ചെയ്തു. നായിക എൻട്രി ആകുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ആ, അത് ഞങ്ങൾ തൂക്കി എറിഞ്ഞു. അതെന്താണ് കുഴപ്പം? നായിക എൻട്രി ചെയ്യുന്ന സീൻ എന്താണ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നായിക എൻട്രി ചെയ്യുന്ന സമയത്ത് അവൾ ഇട്ടിരിക്കുന്ന വേഷം എന്താണ്? ആ വേഷം എന്താണ്? ഇവിടെ നിന്ന് ഇവിടം വരെ കീറി കിടക്കുകയാണ്. അതിന്റെ വേഷത്തിന്റെ പേരെന്താണ്? പാട്ടിയാല. പാട്ടിയാല. ഇത് കാട്ടിക്കൊണ്ട് നാട്ടുകാരെ കാട്ടിയാല. അത് കുഴപ്പമുണ്ടാക്കുമോ? ചെറുപ്പക്കാർക്ക് അത് ഹരം ഉണ്ടാക്കും, അത് പ്രശ്നം ഉണ്ടാക്കും. ചെറുപ്പക്കാരെ ബോധിപ്പിക്കുന്ന ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കത്തില്ല. എന്റെ പടം മുഴുവൻ കട്ട് ചെയ്ത് സമ്മതിച്ചു. ബാക്കി എന്തോരം ഉണ്ട്? ബാക്കി എന്തോരം ഉണ്ടെന്നൊന്ന് പറയാമോ? ഇപ്പൊ പറയാലോ. റിലീസ് വെച്ചേക്കും, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എത്ര ഉണ്ട്? ആ, നമ്മള് സെൻസർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ സിനിമ ഇത്രയുണ്ട്. 2.5 മണിക്കൂർ സിനിമ. ഇതെന്തോരം ഉണ്ടത്? 2.5 മണിക്കൂർ സിനിമ ഉണ്ടായിരുന്നു. സെൻസർ ചെയ്തപ്പോ ഇത്രേ ഉള്ളൂ. എന്താ കാര്യം? കുടുംബത്തോടിരുന്ന് കാണാൻ പറ്റിയ സീനല്ല. ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു. ഹലോ പ്രൊഡ്യൂസറെ, ധൈര്യത്തെ മേടിച്ചോണ്ട് പോയിക്കോ കേട്ടോ. നല്ല ഐശ്വര്യമുള്ള കയ്യ രക്ഷപ്പെടും. ഐശ്വര്യമുള്ള കയ്യ രക്ഷപ്പെടുമെന്ന്. ഇത്രയും പടം ഞങ്ങൾ എന്തോ കാണിക്കാനാണോ? ഇത് എത്ര മണിക്കൂറുള്ള പടം വരുന്നത്? ഇത് 2.5 മണിക്കൂറുള്ള പടം. ഇത് ഇനിയിപ്പോ എത്ര 10 മിനിറ്റ് ഉണ്ടോ? എന്റെ പ്രൊഡ്യൂസറെ, 3.5 മണിക്കൂറുള്ള പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാന്. ഈ പുള്ളിയുടെ കൈ സെൻസർ ചെയ്യാൻ കൊടുത്തപ്പോഴേ സെൻസർ ചെയ്യുന്ന ബാക്കി എന്റെ 12 മിനിറ്റ് എനിക്ക് തിരിച്ചു കിട്ടിയത്. 12 മിനിറ്റ് ഇയാളോട് സന്തോഷിച്ചിരിക്കുന്നത്. അത് ഞാൻ ഷോർട്ട് ഫിലിമായിട്ട് വിറ്റ്. ആ ഷോർട്ട് ഫിലിമായിട്ട് വിട്ട് കഴിഞ്ഞപ്പോ ഏറ്റവും നല്ല ഷോർട്ട് ഫിലിമിനുള്ള ദേശീയ അവാർഡ് എന്റെ ഷോർട്ട് ഫിലിമിന് കിട്ടി. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ട്. ഇതിപ്പോ ഇത്രയും ഷോർട്ടായ സ്ഥിതിക്ക് അതിനെക്കാട്ടിയും വലിയ ഓസ്കാർ അവാർഡ് കിട്ടും. സന്തോഷിച്ചട്ടെ. അപ്പൊ നമ്മൾ പാട്ടുപാടി, ഡാൻസ് ചെയ്തു, നമ്മൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗെയിമാണ്. ഈ ഗെയിമിന്റെ പ്രത്യേകത, ഇത് ഡംഷൽ ആർട്സിന്റെ വേറൊരു വേർഷനാണ്. ഡംഷൽ ആർട്സിൽ നമ്മൾ സിനിമയുടെ പേര് പറയും. ഇത് നമ്മളൊരു മാസ്ക് എടുക്കുന്നു, അതിലൊരു സെലിബ്രിറ്റി ഫേസ് ഉണ്ടാവും. അതാരാന്ന് ആക്ട് ചെയ്ത് കാണിക്കണം. എനാക്ട് ചെയ്യണം. ശബ്ദം ശബ്ദം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഓഡിയൻസ് ഒന്നും ക്ലൂ കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇല്ല ഇല്ല ഇല്ല. ക്ലൂ കൊടുക്കില്ലല്ലോ. ഓക്കെ, നോ ചീറ്റിംഗ്. സോ അപ്പൊ ആദ്യം ആരാ എടുക്കുന്നത്? ആദ്യം വിനെ എടുക്കുന്നു. ഷംന അത് അഭിനയിച്ച് കാണിക്കുന്നു. Okay. Yes. ഐശ്വര്യമായി എടുക്കൂ. ഐശ്വര്യമായിട്ട് എല്ലാരെയും കാണിക്കൂ. ഒരു ഓഡിയൻസ് പ്ലീസ് ഒരു കാരണവശാലും വിളിച്ച് പറയരുത്. ഇത് എളുപ്പാ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എളുപ്പമാണല്ലേ? ഭയങ്കര easy. പറഞ്ഞോളൂ ഷംന. ആക്ടർ. നമസ്കാരം. എപ്പോഴും പ്രാർത്ഥന ഈ ആക്ടർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നരേനാണോ? ഞാൻ ഛർദിച്ച് 2-3 പ്രാവശ്യം. വേറെ ആള്? മലയാളിയാണോ? മലയാളി ആക്ടർ. ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ? പണ്ടേ ഉള്ള. പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട്. ഓക്കെ. അപ്പൊ മോഹൻലാലായിരിക്കും. ഏത് എന്തെങ്കിലും ഒരു മാനറിസം ഉണ്ടാവും അയാളുടെ? മൂക്ക് ചൊറഞ്ഞോണ്ടിരിക്കും. അത് ഞാൻ ചെയ്തതാണ്. നമസ്കാരം. വീണ്ടും നമസ്കാരം. ദൈവത്തിന്റെ പ്രാർത്ഥന. 2 രൂപ. സിനിമ. എപ്പോഴും പേരിൽ 2 വാക്കുകളുണ്ട്. ആ, ഒരു രണ്ടാമത്തെ വാക്ക്, ഒന്നാമത്തെ വാക്ക്. ഓക്കെ, ആദ്യത്തെ പേരിന്റെ അത് പറയൂ. പ്രാർത്ഥന. യേശു. യേശുദാസായിരിക്കും. അമ്പലത്തിലെ അയ്യപ്പൻ, വിഷ്ണു, കൃഷ്ണൻ, ശിവൻ. വീണ്ടും നമസ്കാരം. കാളിദാസൻ. മെഹന്തി ഇടലാണ്. പിന്നെ ചെറുത്. കൊച്ചിലെ ഞാൻ കയ്യില് എഴുത്തിനിരുത്തുന്ന ആ അതന്നെ തന്നെ തന്നെ. എഴുത്തച്ഛൻ. അയ്യോ. സരസ്വതി. ഓം. ഓമാ. ഏറെക്കുറെ അത് അടുത്ത് വന്നു കഴിഞ്ഞു. ഓം നമ ശിവായ. അത് തന്നെ. അതല്ല അതല്ല ആളല്ല. ഒരിക്കലും പറഞ്ഞു. മുഖം. താടി. ആക്ടറിന് താടിയുണ്ട്. ഇന്ത്യൻ ആക്ടറാണോ മലയാളി ആക്ടറാണോ? മലയാളി ആക്ടറോ?
എല്ലാ സിനിമകളും ലാൽ സാറാണോ ആയിരിക്കും. മറ്റേ സിദ്ദിഖ് ലാലിലെ അതിലും പഴയതല്ലേ പണ്ട് മുതലേ ഉണ്ട് അറുബാസിന്റെ കൂടെ ഒക്കെ ഉണ്ട്. കോമഡി സൂപ്പർ നൈറ്റ്. കോമഡി ചെയ്യുന്ന ആക്ടറാണ്. താടിയുള്ള ആക്ടർ ഇന്നസെന്റ് ഏട്ടനേക്കാളും മുമ്പുള്ള ആക്ടറാണ്. ആ ലീഗിൽ ഹരിശ്രീ അശോകൻ. എന്താ അറുബാസി കാലഘട്ടം പറഞ്ഞപ്പം പിന്നെ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് ഷംന എടുക്കുന്നു. വിനയ് അഭിനയിച്ച് കാണിക്കുന്നു. യെസ്, അതപ്പോ എല്ലാരും കാണിച്ച് ഓഡിയൻസ് ഷംന കാണാൻ പാടില്ല കേട്ടോ. ഞാൻ ഇറങ്ങി പോവാ. പോവല്ലേ? ഞാൻ എന്തിനാ? ഓടുന്നു. ആരോ ഓട്ടിക്കുന്നുണ്ട്. പട്ടി. ഇയാളെ പട്ടി എന്ന് വിളിച്ചത് അങ്ങനല്ല, ഇപ്പൊ പട്ടി എന്ന് പറഞ്ഞല്ലോ. അതല്ലേ എന്നെ ഇന്ന് വിനയനെ പോലത്തെ ആളാണോ? അതെ, അതെ, വിനയ് പോലെ. മോട്ടത്തല കഷണ്ടി. ഓടി ഓട്ടം. ഓടി. ഓ, അയ്യോ, ഇതെന്താ ഇത്? ഞാൻ അത്ലറ്റിക് ആണോ? ആ യാ, പിടി ഉഷയോ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഗെയിമിന്റെ സെഗ്മെന്റും കഴിഞ്ഞു. വിജയിച്ചു. എല്ലാരും വിജയിച്ചത്. എല്ലാവരും വിജയിച്ചു. യെസ്, യെസ്. പിന്നെ അവിടെ ഒരുത്തൻ വേഷം വേണം, ഇതിന് അവസരം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് പുറത്ത് വന്ന് നിൽക്കുക. ഞാൻ സമ്മതിക്കത്തില്ല, എന്നെ കൊന്നാ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താണ്? ഇതൊരു ഫ്ലോർ ആണ്. അതെ, ഇവിടെ ആളുകൾക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരാൾ വരുമ്പോൾ ആളെ കയറ്റി വിടാണ്ടിരിക്കുന്ന കുഴപ്പമില്ലെന്നേ. വെളി ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്, അവൻ അവിടെ ചെയ്തോട്ടെ. ഞാൻ സമ്മതിക്കത്തില്ല. എന്തിനാ വെറുതെ? അത് കുഴപ്പമില്ല, പുള്ളിനെ കയറ്റി വിടും. കേട്ടുവിടാനോ? ചെല്ലു. ഞാൻ പറയാനുള്ള എനിക്ക് അറിഞ്ഞൂടെ ഇത് താനൊരു വരെ മൂരാശി ആകരുതോടു. അല്ല, ഇത് എന്തോ ആളെ കയറ്റി വിടും. ഞാൻ വല്ലാണ്ട് ചെയ്തു. എന്ത് ചെയ്യുന്നു പറയണേ. കൊള്ളാം കേട്ടോ. ആണോ? ആ പെരുന്നാളിന് പള്ളിയിലൊക്കെ പോകുന്ന ഒരു ഫീല് ആ ലൈറ്റ് ഒക്കെ കിടക്കുന്ന കണ്ടിട്ടേ സംഭവങ്ങൾ അടിപൊളിയായിട്ടുണ്ട്. ചേട്ടൻ ഒറ്റക്കാണോ പരിപാടി ചെയ്യാൻ പോകുന്നത്? നിങ്ങളൊരു മനുഷ്യനാണ്. എന്താ നിങ്ങൾക്ക് കണ്ണ് കാണത്തില്ല, എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പരിപാടി കളിക്കാൻ പറ്റുമോ? അല്ല, കണ്ണ് കാണുന്നോണ്ടാ ഞാൻ ചോദിച്ചു. നിങ്ങൾ ഒറ്റക്കല്ല വന്നിരിക്കുന്നത്. സുഹൃത്തെ, ഞാനും എന്റെ ശിഷ്യനുമാണ് വന്നിരിക്കുന്നത്. എവിടെ ശിഷ്യൻ? അവിടെ സൂരജേ, സൂരജേ. അത് ശരി, BMW കാണാതെ കയറി ഒന്ന് ഞെളിഞ്ഞിരിക്കുന്ന പോലെ പോകുന്നല്ലേ? നിങ്ങൾക്ക് ഇതിൽ BMW കാറാവും, പക്ഷെ എനിക്കിത് വോൾവോ ബസ്സാ. അത് ശരി. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമല്ലോ കേട്ടോ. ഇത്ര കുഞ്ഞു കുട്ടീനെ കൊണ്ടാണോ നിങ്ങൾ ഈ പരിപാടിക്ക്? ഇത് ബാലവേലയാണ്. നിങ്ങൾക്കെതിരെ ശിക്ഷ വരും. എടോ, ഇത് കുഞ്ഞു കുട്ടിയല്ല, പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് പുൽച്ചാടി രമണന്റെ ഒരേ ഒരു ശിഷ്യനായി നിൽക്കുന്നത്. അല്ലടാ, പുൽച്ചാടി എന്താണ്? പുൽച്ചാടി എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ല. പറഞ്ഞു കൊടുക്കാം. കൊച്ചിൻ ഗിന്നസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതെ. കൊച്ചിൻ കലാപൻ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. കൊച്ചിൻ ഹരിശ്രീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കൊച്ചിൻ പുൽച്ചാടി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? എന്നാ ഇപ്പൊ കേട്ടോ, കൊച്ചിൻ പുൽച്ചാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരും ട്രൂപ്പിന്റെ പേരാണ് കൊച്ചിൻ പുൽച്ചാടി. വേറെ പേരൊക്കെ വേറെ ആമ്പിള്ളേർ കൊണ്ടേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പേര്. പക്ഷെ വേറെ കേസുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് അനൗൺസ് ചെയ്യും, ഇവൻ ഫിഗർ ചെയ്യും. അനൗൺസ് ചെയ്യും. ഓ, ഞാൻ അനൗൺസ് ചെയ്യും. ഇവന്റെ ഫിഗർ ആക്കാനും നല്ലത് ഞാനുണ്ടെങ്കിലേ ഈ പുള്ളി പരിപാടിക്ക് പോകത്തുള്ളൂ. കാര്യം എന്റെ അനൗൺസ് വേണം. എന്റെ അനൗൺസ് ഇല്ല, അതില്ലെന്നുണ്ടെങ്കിൽ ഇവന്റെ ചൂട് കഴിക്കും. ഞാനുണ്ടെങ്കിലേ അവൻ പരിപാടിക്ക് പോകുള്ളൂ, അവനുണ്ടെങ്കിലേ ഞാനും പരിപാടിക്ക് പോകുള്ളൂ. അതെന്താ അങ്ങനെ? എന്നെ വിറ്റ കാശുണ്ടല്ലേ പുള്ളിക്കാരൻ കഞ്ഞി കുടിക്കുന്നേ? അല്ല, എന്നാ വിറ്റാന്നറിയാമോ പുള്ളിക്കാരൻ? ചിരിച്ച് 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 ഊപ്പാട് തീരും. പിന്നെ ആശാനെ കുറിച്ച് എനിക്ക് വേറൊരു കാര്യം പറയാൻ. വേണ്ട, അതൊന്നും ഇവിടെ പറയണ്ടെന്ന് പോ. അതൊക്കെ എന്തിനാ പറയുന്നത്? അല്ല, എനിക്ക് എന്നാലും പറഞ്ഞാൽ പറ്റുമോ എന്റെ ആശാനെ കുറിച്ച്? പറയുന്നതൊന്നും പറയണ്ടെന്ന് ഒരു ചുമ്മാ നാണം കിടത്താൻ വേണ്ടിട്ട് പറയാനേ. ഞാൻ പറയണ്ടെന്ന് പറയും. നീ കേറ്റി വെക്കണം. ഞങ്ങൾ വന്നത് തന്നെ വേറെ കാര്യത്തിനല്ല. ഞങ്ങൾക്ക് ഷോ ചെയ്യണം. ഷോ ചെയ്യണം. മനസ്സിലായില്ലെന്നുണ്ടോ? ഷോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. സ്റ്റേജ് ഷോ അത് ചെയ്യാൻ വേണ്ടിട്ട് അതല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? നമ്മക്കൊന്നും കിട്ടത്തില്ലേ, കിട്ടുന്ന മുഴുവനും ആശാനല്ലേ. പൈസ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടോ? ഷോ എല്ലാ സാധനം എടുത്തിട്ടുണ്ട്. അഥവാ ഇവർ എടുക്കാൻ പറഞ്ഞു പറഞ്ഞാൽ ഒരു സാരി എന്റെ പൊന്നു വെച്ചാൽ ഞാൻ പൊതു എന്റെ കട്ടത്തി വെക്കും. അതെന്താ? അതെന്തിനാ? എന്തിനാന്നോ?
ഇതും കളിക്കുന്ന പരിപാടി എവിടെയെങ്കിലും വട്ടത്തിൽ പൊളിയുവാണെന്നുണ്ടെങ്കിൽ ആ കട്ടന്റെ സൈഡിലോട്ട് മാറി ആ സാരി എടുത്ത് ഇവനെ ഈ കഷ്ടത്തിൽ വെച്ചോണ്ട് ഞാൻ ഇറങ്ങി അങ്ങ് പരിപാടി പൊളിക്കാൻ നമ്മുടെ നമ്മുടെ ജീവൻ നോക്കണമല്ലോ, നാളെ പരിപാടി കളിക്കാനുള്ളതല്ലേ. അപ്പൊ ഞാൻ അനൗൺസ് ചെയ്യട്ടെ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അനൗൺസ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവന് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്. അപ്പൊ നിനക്ക് എന്തെങ്കിലും പറഞ്ഞൂടാ? പെർഫോം ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു ഹെൽപ്പിന് ഒരാളെ വേണം. ഞാൻ നിക്കാം. അയ്യോ പോരാ. എനിക്ക് കട്ടക്ക് നിൽക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ സെക്യൂരിറ്റിനെ വിളിക്കാം. ആളെ മതിയാവില്ലേ? കട്ടക്ക് നിൽക്കണം. ആ, ഓക്കെ. മുസ്തഫ തനിക്ക് തന്റെ തരത്തിലുള്ള ഒരാൾ വന്നിട്ടുണ്ട് കട്ടക്കേക്ക്. ഇയാള് ഇങ്ങോട്ട് മാറി നിൽക്കാം, അവര് കാണണ്ടേ. ഇതാണ് അത് കട്ടക്ക് കഴിക്കുന്നത്. ഞാൻ വിചാരിച്ച് ഗ്ലാസ്സിനകത്ത് കട്ടൻ കാപ്പി ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഹലോ സുഹൃത്തേ, എന്റെ ശിഷ്യനാണത്. ആണോ? നിങ്ങൾ വന്നോടെ എന്റെ ശിഷ്യനെ താത്തി കിട്ടുമൊന്നും വേണ്ട. തുടങ്ങാം. ഒരു കാര്യം ചെയ്യും, നീ അങ്ങോട്ട് ഒരുങ്ങ, ഞാൻ അനൗൺസ് ചെയ്യട്ടെ. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പ്രിയ ഇങ്ങോട്ട് വന്നു. ഞാൻ ഇങ്ങോട്ട് വരാം. സ്റ്റേജ് വിട്ടു തരൂ. ആയിക്കോട്ടെ. തുടങ്ങാടാ. ഓക്കെ. പൊന്നെ കറലെന്ന് പറഞ്ഞ് പടങ്ങ് വെച്ചാൽ ചവിട്ടി പൊളിക്കല്ലടാ. ദൈവത്തെ വിചാരിച്ചു എന്റെ പൊന്നിയേട്ടാ, ഇത് ഞാൻ ചവിട്ടി പൊളിച്ചല്ല. ഇത് അനൗൺസ് ചെയ്യാൻ നേരത്തെ ആൾക്കാരുടെ ഞാൻ കയ്യിലെടുക്കുന്നതല്ല, കയ്യില് ഈ കണക്കിന് ഇങ്ങനെ വെക്കണം. കൈയടിക്കും നിങ്ങളെ. എനിക്ക് വന്ന് ഈ കണക്കിന് ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ യവനെ കയ്യിലെടുത്തോണ്ടിരിക്കും. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ലുക്കൊന്നും ഇല്ലല്ലോ ഫിഗർ ചെയ്യാനുള്ള. ആ വർക്ക് കണ്ടാ മതി, കുഴപ്പമൊന്നുമില്ല. അനൗൺസ് ചെയ്ത് തുടങ്ങട്ടെ ഞാൻ. കൈയടിച്ചോളൂ. ആ മാനസസിന് വന്ദനം. ഞങ്ങളുടെ മിമിക്രി ആരംഭിക്കുകയാണ്. സിനിമാ നടന്മാരുടെ ഒച്ചയും മോഹമൊക്കെ ആ ടിപ്പ് വരും. നല്ലൊരു കൈയടി അടിച്ചേ. അടുത്തതായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന പടത്തിനകത്തുകൂടി വന്നിട്ട് ബാലുവിന്റെ കയ്യെ കോമ്പസും കുത്തിയിട്ട് നാട് വിട്ടു പോയ അടുത്ത എന്തോ കാണിക്കും. സിൽക്ക് സിനിമ ചവിട്ടി തിരുമല്ല എന്ന് പറഞ്ഞാൽ ചെയ്യുമല്ലേ? ചവിട്ടി തിരുമായിരുന്നാ? ഞാൻ വിചാരിച്ച ആചാർക്കാൻ ചവിട്ടി പൊട്ടിക്കുമായിരിക്കും. എന്റെ പൊന്നിയേട്ട, ഞങ്ങൾ ഇത് സ്ഥിരം ചെയ്യുന്ന സാധനം. മ്യൂസിക് പോട്ടെ. ഇത്ര നേരം നിന്നെ സഹായിച്ച എന്റെ കറത്താണ് അടിക്കുന്നത്. എടാ അത് കയ്യെത്തുന്നിടത്ത് അടിക്കണം. ഞാൻ കയ്യെത്തുന്നിടത്ത് അടിച്ചാലേ പിന്നെ ബാക്കി ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈയടി അടിക്ക്. ഇന്ന് അടുത്തതായിട്ട് വരുന്നു ജയം മരിച്ചപ്പോ വന്നില്ലേ? അയ്യോ ഇല്ലില്ല, എനിക്കൊന്നും വരാൻ പറ്റില്ല. ഞാൻ കുറച്ച് തിരക്കാണ്. ജയം മരിച്ചപ്പോ ഞാൻ വന്നില്ല. ഇത് ഞാൻ ഇതിന്റെ അനൗൺസ് ചെയ്തോട്ടെ. കറക്റ്റായിട്ട് പറയണേ. എന്നോട് പ്രിയമുള്ളവരെ, ജയം മരിച്ചതിന് ശേഷം നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്നിട്ട് മണപ്പള്ളി മാറ്റവൻ നമ്പ്യാരുടെ വാലാട്ടിപ്പട്ടി. ഭീമന്റെ അതിനകത്ത് ഇങ്ങനെ പറയുന്നു, വാലാട്ടിപ്പട്ടിയെ ഞാൻ എന്നും ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു ഭീമരഘു. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ. ഒരു തവളയുടെ ശബ്ദം. ഹലോ സുഹൃത്തെ, നിങ്ങൾ ഞങ്ങൾ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അതെന്റെ ശിഷ്യനോട് ഭീമന്റെ വോയിസ് പറഞ്ഞല്ലേ? ഭീമന്റെ വോയിസ്. സൂപ്പർ സൂപ്പർ. അപ്പൊ താങ്ക് യു. കൈയടി. അങ്ങനെ
ഫുൾ ഓൺ അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഒരു കിടിലൻ ഒരു പൊളപ്പ സാധനമാണ്. നിങ്ങൾക്ക് കൊണ്ടുള്ള ഓട്ടോറിക്ഷ, ഞങ്ങൾക്ക് കൊണ്ടുള്ള ഓട്ടോറിക്ഷ. അത് തമിഴ്നാട്ടിലെ ഓട്ടോറിക്ഷക്കാരൻ രജനികാന്ത്. கூட்டம் கூட்டமா வரும். ஆனா சிங்கம் சிங்களா தான் வரும். എന്താ പറഞ്ഞ പൂച്ചക്കുട്ടി എന്നിട്ട് സിംഗോ എന്നാ ചിങ്കടാ ഞങ്ങളങ്ങനെ കൊച്ചാക്കുന്നു. ഞങ്ങളെ കിടിലൻ സാധനം വേറെ. അതെ നിങ്ങളത് കാണാം. അതെ ഇത് കൊള്ളാം, കുഴപ്പമില്ല. ഇവിടെ തമിഴന്മാർ ആരും ഇല്ലാത്തോണ്ട് ഒരു കുഴപ്പമില്ല. തമിഴന്മാരുണ്ടെങ്കിൽ കേറിയോ നമ്മളൊക്കെ അടിക്കും. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് വരാൻ പോകുന്നത് നിങ്ങൾ കണ്ട ഞെട്ടും നിന്ന് കിടുകിടാന്ന് വിറയ്ക്കും. അതായത് മലയാള സിനിമയുടെ ആക്ഷൻ ഹീറോ, ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ഇങ്ങനെ ചാടി മറിയുന്ന നമ്മുടെ ആക്ഷൻ ഹീറോ ജയ. മുഖം ഉണ്ടായിരുന്നല്ലോ, അതെന്തിയടാ ഇത് ഇങ്ങനെയാണോ വെക്കുന്നത്? അതിന്റെ പഞ്ചും കളഞ്ഞല്ലോ. ഓക്കെ ആണോ? അപ്പം പിന്നെയും വരുന്നു ജയാൻ. കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി, ഗന്ധർവ സ്വരമാധുരി. കസ്തൂരി മാൻമിഴി മലർക്കരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് കിട്ടുമ്പോഴേ അങ്ങ് കയറി ഉമ്മ വെക്കുക. നിങ്ങൾ കേൾക്കണേ, കഴിഞ്ഞ സ്റ്റേജിൽ ഇതുപോലെ അയൽക്കൂട്ടം പെണ്ണുങ്ങളുടെ പരിപാടിയായിരുന്നു. നേരെ ഇറങ്ങി അങ്ങോട്ട് എന്നിട്ട് അവിടെ ഇരുന്നൊരു ചേച്ചിയെ കൊച്ചിനെ പിടിച്ച് ഉമ്മ വെച്ചേക്കുന്നത് ജയനാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ പട്ടിയെ തന്നു പോലിട്ട് തട്ടി. അറിയോ, ഇവരത് വല്ല അറിയുള്ളൂ. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഇത്ര തന്നെ കറക്റ്റായിട്ടല്ലേ ചെയ്തത്. ഇനി ഇവിടുന്നും കൂടെ എനിക്ക് മേടിച്ചു തന്നിട്ട് നീ അടങ്ങുള്ളൂ. പിന്നെ നന്നായിരുന്നു സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും പരിപാടി അടിപൊളിയായിട്ടുണ്ട്. സൂരജ് പൊളി, ഫുള്ളോൺ, സൂപ്പർ. വളരെ ഭയങ്കര രസമുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ വന്ന ഷംനയുടെ പാട്ടും ഡാൻസും ഗെയിം ഷോവും എല്ലാം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് മിഷ്കിൻ സാറിന്റെ സിനിമയും അത് ഓഗസ്റ്റ് മാസം റിലീസുമാണ്. അപ്പോൾ സിനിമയ്ക്കും ഇനി ഭാവിയിലെ എല്ലാ കാര്യങ്ങൾക്കും, കല്യാണത്തിനും കുട്ടികളുണ്ടാകുന്നതിനും എല്ലാത്തിനും all the best, Shamna. Thank you so much, Vinay. We had a great time with you. Same to you. Thank you so much, Shamna. And എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ വ്യൂവേഴ്സിനോട്? വ്യൂവേഴ്സിനോട് ആസ് യൂഷ്വൽ താങ്ക് യു സോ മച്ച്. എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഞാൻ ഇന്നേ വരെ മീൻസ് ഇപ്പോഴും ഷംന കാസിം എന്നുള്ള ഒരു ഡാൻസർ ആയാലും ആക്ട്രസ് ആയാലും ഉള്ളത്. സോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. താങ്ക്സ് ടു ഫ്ലവേഴ്സ് TV ബിക്കോസ് ഇതിലുള്ള എല്ലാ ചേട്ടന്മാരും എനിക്ക് തോന്നുന്നു കുറേ നാളുകളത്തെ ഫ്രണ്ട്സാണ്. സോ താങ്ക് യു സോ മച്ച് എന്നെ വിളിച്ചതിൽ. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. ഞാൻ പാട്ടൊക്കെ പാടി ചിലപ്പം ബോറടിപ്പിച്ചിട്ടുണ്ടാവും. സോ സോറി. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഹാപ്പി ഈദ്. താങ്ക് യു. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്കൽ ജ്വല്ലറിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ചിരിയുടെ വിസ്മയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.